Hi all, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റിപ്പോർട്ട്സ് ഓൺ എക്സാമിനേഷൻ റിഫോംസ് ഓർ എക്സാമിനേഷൻ റിഫോം റിപ്പോർട്ട്സ് ഏതൊക്കെയാണെന്നാണ്. Examination are an indispensable part in determining effectiveness of teaching learning process. നമുക്കറിയാമല്ലേ, നമ്മുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ എഫക്റ്റീവ്നെസ് അളക്കുന്നതിൽ എക്സാമിനേഷൻ ഒരു വലിയ പങ്കുണ്ട്. എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാനാവാത്തൊരു പാർട്ടാണല്ലേ. സ്കൂൾസിലെല്ലാം എക്സാമിനേഷൻസ് നമുക്കറിയാം റെഗുലറായിട്ട് നടത്തിപ്പോരുന്നുണ്ട്. ഈ എക്സാമിനേഷൻ റിഫോം റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് പോളിസീസാണ്. ഓരോ റെക്കമെൻഡേഷൻസും ഓരോ റിപ്പോർട്ട്സും എന്തൊക്കെ മാറ്റങ്ങളാണ് എക്സാമിനേഷനിൽ വരുത്തിയിട്ടുള്ളത് അത് ടൈം ലൈനായിട്ട് നമുക്ക് പറയാം. ഒരുപാട് കമ്മീഷൻസ് ഓരോ കാലത്തും ഓരോരോ മാറ്റങ്ങൾ നമ്മുടെ എക്സാമിനേഷൻ സിസ്റ്റത്തിന് വരുത്തുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഒരുപാട് കമ്മീഷൻസ് പഠിക്കുന്നുണ്ട്. ആ കമ്മീഷൻസ് ഓവറോളായിട്ട് ഒരു കോൺസെപ്റ്റ് മാപ്പിൽ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. നമ്മളത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. ഓരോ കമ്മീഷനും എന്തൊക്കെ പോളിസീസാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പ്രീ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു എക്സാമിനേഷനിൽ കാണുന്നുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഒരു കുട്ടീനെ ഇവാലുവേറ്റ് ചെയ്തിരുന്നത് എങ്ങനെയൊക്കെയായിരുന്നു നോക്കാം. വേദിക് പീരീഡിൽ ഓറൽ റെസിറ്റേഷൻസ് ഓർ ഇൻഫോർമൽ ഒബ്സർവേഷൻ വഴിയായിരുന്നു ഒരു കുട്ടീനെ ഇവാലുവേറ്റ് ചെയ്തിരുന്നത്. വേദിക് ഓർ ഗുരുകുല സിസ്റ്റംസിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അവിടെ വേദങ്ങളാണല്ലേ പഠിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഓറൽ റെസിറ്റേഷൻ അഥവാ ഇൻഫോർമൽ ഒബ്സർവേഷൻസും വഴിയാണ് നമ്മൾ കുട്ടീനെ ഇവാലുവേറ്റ് ചെയ്തത്. സംഘ ഏജിലും എങ്ങനെ തന്നെയായിരുന്നു, കളക്റ്റീവ് ഗ്രൂപ്പായിട്ട് ഓറൽ റെസിറ്റേഷൻസ് തന്നെയായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇസ്ലാമിക് എഡ്യൂക്കേഷൻ്റെ ടൈംസിൽ ആസ് വി ആൾ നോ, നമ്മൾ ഫിലോസഫിയിലൊക്കെ പഠിച്ചതാണ്, പ്രൈമറി സെക്കൻഡറി എഡ്യൂക്കേഷൻസും മക്തബ്സിലും മദ്രസാസിലൊക്കെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അവിടെയും തന്നെ ഓറൽ റെസിറ്റേഷൻ ആയിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഖുർആൻ പോലെയുള്ളവ പാരായണം ചെയ്ത് തന്നെ പഠിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു ആ കാലത്ത് നിലനിന്നുണ്ടായിരുന്നത്. ഇനി മോണുമെൻ്റൽ ഡിക്ലറേഷൻ ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ സിസ്റ്റം ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വുഡ്സ് ഡിസ്പാച്ച് ആണെന്ന് നമുക്കറിയാം അല്ലേ. 1835 വില്യം വുഡ്സ് പ്രപ്പോസ് ചെയ്ത ചില മാർഗനിർദ്ദേശങ്ങളാണ് നമ്മുടെ മോഡേൺ സിസ്റ്റം ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. 1857 ഫസ്റ്റ് മെട്രിക്കുലേഷൻ എക്സാമിനേഷൻ നടന്നു. സാഡ്ലർ കമ്മീഷൻ 1917 സെക്കൻഡറി ആൻഡ് ഇൻ്റർമീഡിയറ്റ് ബോർഡ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഹാർട്ടോൺ കമ്മിറ്റി എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് നൽകി. ഇത്രയാണ് നമ്മൾ പ്രീ ഇൻഡിപെൻഡൻസ് എറയിൽ എക്സാമിനേഷൻ നടന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളുടെ ഒരു ടൈം ലൈനാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ നോക്കാൻ പോകുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് എറയിൽ എന്തൊക്കെയാണ് എക്സാമിനേഷൻ വന്ന മാറ്റങ്ങൾ, എങ്ങനെയൊക്കെയാണ് എക്സാമിനേഷൻ നടത്തണം എന്നാണ് ഓരോ കമ്മീഷനും പ്രപ്പോസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ ഓർ ദ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1948 to 1949. This commission was headed by Dr. S. Radhakrishnan, stated and recognized examination as a worst feature of Indian education, recommend the use of objective test. ഈ ഒരു കമ്മീഷൻ മേജറായിട്ട് പുട്ട് ഫോർവേഡ് ചെയ്ത ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് യൂസേജ് ഓഫ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് തന്നെയാണ്. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓർ മുതലിയാർ കമ്മീഷൻ 1952 to 1953 എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. Headed by Dr. Lakshmana Swami Mudaliar, and the recommendations in summary are the number of external examination to be reduced. ഇവിടെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എക്സ്റ്റേണൽ എക്സാമിനേഷൻ്റെ നമ്പർ കുറയ്ക്കണം എന്നാണ്. രണ്ടാമത്തെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യണം. ഫോർ അസസിങ് ഓവറോൾ പ്രോഗ്രസ് ഓഫ് സ്റ്റുഡൻസ് സ്കൂൾ റെക്കോർഡ് ഷുഡ് ബി കെപ്റ്റ് പ്രോപ്പർലി. അപ്പോൾ സ്കൂൾ റെക്കോർഡ്സൂടെ കുട്ടീനെ അസസ് ചെയ്യുന്നതിൽ ഒരു സ്കൂള് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യണമെന്നും കൂടി ഇതിൽ പറയുന്നുണ്ട്. സിംബോളിക് മാർക്കിംഗ് ഇൻസ്റ്റെഡ് ഓഫ് ന്യൂമറിക്കൽ മാർക്കിംഗ്. ന്യൂമറിക്കൽ മാർക്കിങ്ങിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് സിംബോളിക് മാർക്കിങ്ങിനാണ്. വെയിറ്റേജ് ഗിവൺ ടു ഇൻറ്റേർണൽ എക്സാമിനേഷൻ ആൻഡ് സ്കൂൾ റെക്കോർഡിംഗ് ഫൈനൽ അസസ്മെൻറ്റ്. ഇവിടെ എക്സ്റ്റേണൽ എക്സാമിനേഷൻസിനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇൻറ്റേർണൽ എക്സാമിനേഷനാണ്. അതുപോലെ തന്നെ സ്കൂൾ റെക്കോർഡ് പ്രോപ്പറായിട്ട് സൂക്ഷിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞു.
ഇവിടെ ആ സ്കൂൾ റെക്കോർഡും കൂടി ഫൈനൽ അസസ്മെൻറ്റിന് നമ്മൾ നോക്കുമെന്നാണ് പറയുന്നത്. Only one public examination should be conducted at the end of curriculum. കരിക്കുലത്തിൻ്റെ എൻഡിൽ ഒരു പബ്ലിക് എക്സാമിനേഷൻ മാത്രം ഹെൽഡ് ചെയ്യുള്ളൂ എന്നാണ് വേറൊരു റെക്കമെൻഡേഷൻ പുട്ട് ഫോർവേഡ് ചെയ്തത്. നെക്സ്റ്റ്, സ്റ്റുഡൻറ്റ് സർട്ടിഫിക്കറ്റ് ഷുഡ് ഇൻക്ലൂഡ് പേഴ്സണാലിറ്റി ഇവാലുവേഷൻ ആൻഡ് സ്കൂൾ ടെസ്റ്റ് സ്കോർസ്. സ്റ്റുഡൻറ്റ് സർട്ടിഫിക്കറ്റിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും? പേഴ്സണാലിറ്റി ഇവാലുവേഷനും അതുപോലെ തന്നെ സ്കൂൾ ടെസ്റ്റ് സ്കോർസും ഉണ്ടായിരിക്കുന്നതാണ്. കമ്പാർട്ട്മെൻറ്റൽ എക്സാമിനേഷൻ സിസ്റ്റം ഷുഡ് ബി ഇൻക്ലൂഡഡ്. കമ്പാർട്ട്മെൻറ്റൽ എക്സാമിനേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കുട്ടി ഒരു എക്സാമിൽ ഫെയിലായി, ഒരു പേപ്പറിലോ ഒന്നിൽ കൂടുതൽ പേപ്പറിലോ ഫെയിലായി എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് റീടെസ്റ്റ് നടന്നിട്ട് വീണ്ടും അപ്പിയർ ചെയ്യാനുള്ള ഒരു അവസരം നടത്തി കൊടുക്കുക. അതാണ് കമ്പാർട്ട്മെൻറ്റൽ എക്സാമിനേഷൻ സിസ്റ്റം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻറ്റേർണൽ അസസ്മെൻറ്റ് ഷുഡ് ബി എൻകറേജ് ത്രൂ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് വാല്യുവേഷൻ. അപ്പോൾ ഇൻറ്റേർണൽ അസസ്മെൻറ്റ് ഇന്നും നമുക്കറിയാം അല്ലേ, ഇന്നത്തെ നമ്മളെ വാല്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിയെ വാല്യൂ ചെയ്യുന്നത് അവരെ കണ്ടിന്യൂസ് ആയി കോംപ്രഹെൻസീവ് ആയി വാല്യുവേറ്റ് ചെയ്തിട്ടാണ്. ഒരു ഒറ്റ എക്സാമിലോ ഒന്നും കുട്ടിയുടെ കാലിബർ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഇൻറ്റേർണലി അവരെ അസസ് ചെയ്ത് കണ്ടിന്യൂസ്ലി ആൻഡ് കോംപ്രിഹെൻസീവ് എവാലുവേഷനിലൂടെ അവരെ അസസ് ചെയ്താണ് എക്സാമിനേഷൻ നടത്തേണ്ടത്, അല്ലെങ്കിൽ അവരെ എക്സാമിൻ ചെയ്യേണ്ടതെന്നോടെയാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ്, കോത്താരി കമ്മീഷൻ ഓർ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഇൻ 1964 to 1966. അതിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. As we all know, it is proposed by Dr. D.S. Kothari. Recommendations include: upon course completion, students should receive a certificate from the school and assessment record. സ്കൂളിൽ നിന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി ഒരു സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കും എന്നാണ് പറയുന്നത്. And internal assessment should be evaluating all growth aspects. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻറ്റേർണൽ അസസ്മെൻറ്റ് വഴിയാണ് ഒരു കുട്ടീനെ ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന്. അവിടെ നോക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഗ്രോത്ത് ആസ്പെക്ട്സിനെ കുറിച്ചുകൂടി ഈ കമ്മീഷൻ പറയുന്നുണ്ട്. കൊത്താരി കമ്മീഷൻ പറയുന്നുണ്ട് എന്തൊക്കെയാണ്? എക്സ്റ്റേണൽ എക്സാമിനേഷൻ ഇൻക്ലൂഡ് ചെയ്യണം, അവരുടെ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം, ഇൻട്രസ്റ്റ്സ്, ആറ്റിറ്റ്യൂഡ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കണം അവരുടെ ഇൻറ്റേർണൽ അസസ്മെൻറ്റ് നടത്തേണ്ടതെന്നാണ് പറയുന്നത്. The certificate may be attached to that given by board in connection with the external examination. Certificate external examinationുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കണം. Written examination should be reduced and lead stress on observation techniques, oral and practical test. റിട്ടേൺ എക്സാമിനേഷൻസ് റെഡ്യൂസ് ചെയ്തിട്ട് കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ടത് ഒബ്സർവേഷൻ ടെക്നിക്സിനെയും ഓറലിനെയും പ്രാക്ടിക്കൽ ടെസ്റ്റിനെയാണെന്നും കൂടിയാണ് പറയുന്നത്. Classes 1 to 5 to be treated as an undergraded unit. After primary stage, observation and oral test to be preferred rather than examination. പ്രൈമറി സ്റ്റേജിന് ശേഷം ഓറൽ ടെസ്റ്റിനേക്കാളും അവർ പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്സാമിനേഷനേക്കാളും പ്രിഫർ ചെയ്യുന്നത് ഓറൽ ടെസ്റ്റും ഒബ്സർവേഷനുമാണ്. External examination need not to be compulsory for class 10, 11 and 12. ക്ലാസ് 10നും 11നും 12നും എക്സ്റ്റേണൽ എക്സാമിനേഷൻ കമ്പൽസറി അല്ല എന്നും കൂടിയാണ് കൊത്താരി കമ്മീഷൻ പറയുന്നത്. National Board of School Education to be set up at the center. Establishment of experimental schools with the right to hold their own final examination at the end of class 10. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം ഓരോ സ്കൂളിലും അവർക്ക് തന്നെ ഒരു അധികാരം നൽകുകയാണ്. എക്സാമിനേഷൻ നടത്താനുള്ള ഒരു അധികാരം ഓരോ സ്കൂൾസിന് തന്നെ നൽകുന്നതായിട്ടാണ് ഈ കമ്മീഷൻ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതൊരു കൺക്ലൂസീവായിട്ട് പറയുകയാണെങ്കിൽ രാധാകൃഷ്ണൻ കമ്മീഷനും മുതലിയാർ കമ്മീഷനും കൊത്താരി കമ്മീഷനും എന്ത് ചെയ്തിട്ടുണ്ട്? ലേറ്റ് ഗ്രേറ്റ് എംഫസിസ് ഓൺ ദ നീഡ് ഫോർ റിവാമ്പിംഗ് സ്റ്റുഡൻസ് അസസ്മെൻറ്റ് ത്രൂ എക്സാമിനേഷൻ ഫോർ ബ്രിങ്ങിങ് ക്വാളിറ്റി ആൻഡ് കോൺഫിഡൻസ് ഇൻ ദ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഈ 3 കമ്മീഷൻസും എക്സാമിനേഷനിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ ചെറുതൊന്നുമല്ല, വലുതായിട്ട് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? നമുക്കറിയാം വലുതായിട്ട് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ഒന്നും കൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സിസ്റ്റത്തിന് ഒരു കോൺഫിഡൻസ് നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. National Policy on Education made the following recommendations.
Performance assessment is an integral part of learning and teaching, and examination should be employed to bring educational improvement. Performance assessment എന്താണെന്നൊക്കെ ഈ ചാപ്റ്ററിൽ മുന്നത്തെ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. Performance assessment is an integral part of learning and teaching, and hence examination should be employed to bring educational improvement. Educational improvement നടത്താൻ വേണ്ടിയാണ് എക്സാമിനേഷൻ നടത്തുന്നതാണ് പറയുന്നത്. Focus to recast the examination system to ensure valid and reliable measure of student development. This would mean ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എക്സാമിനേഷൻ മോർ വാലിഡ് ആൻഡ് റിലയബിൾ ആക്കണം എന്നാണ്. അതുകൊണ്ട് എന്തൊക്കെയാണ് മീൻ ചെയ്യുന്നതെന്ന് നോക്കാം. എലിമിനേഷൻ ഓഫ് ചാൻസ് ആൻഡ് സബ്ജക്റ്റിവിറ്റി മീൻസ് എന്താണ്? ഒബ്ജക്റ്റിവിറ്റിക്ക് ഓപ്പോസിറ്റ് ആണല്ലേ. ഒബ്ജക്റ്റിവിറ്റി പറഞ്ഞാൽ ഫ്രീ ഫ്രം ബയാസിൽ നിന്നും ആയിരിക്കണം, ഫ്രീ ആയിരിക്കണം. അതാണ് എലിമിനേഷൻ ഓഫ് ചാൻസ് ആൻഡ് സബ്ജക്റ്റിവിറ്റി. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആയിരിക്കണം. എംഫസിസ് ഓൺ മെമ്മറൈസേഷന് കുറച്ച് ഇമ്പോർട്ടൻസ് മാത്രം കൊടുക്കാൻ പാടുള്ളൂ. കൂടുതലായിട്ട് നമ്മൾ മെമ്മറൈസേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. കുട്ടികൾ എപ്പോഴും നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞ് പഠിക്കാനല്ലേ വേണ്ടത്, അല്ലാണ്ട് നമ്മൾ മെമ്മറൈസ് ചെയ്താൽ നമുക്കത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കില്ലല്ലോ. എഫക്റ്റീവ് യൂസ് ഓഫ് ഇവാലുവേഷൻ ബൈ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് ആൻഡ് പാരൻസ്. അപ്പോൾ ടീച്ചേഴ്സും സ്റ്റുഡൻസും പാരൻസും ഒക്കെ എഫക്റ്റീവായിട്ട് എവാലുവേഷൻ നടത്തണമെന്നും കൂടി ഇതിൽ പറയുന്നുണ്ട്. ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ കണ്ടക്ട് ഓഫ് എക്സാമിനേഷൻ. ഇതൊക്കെയാണ് നമ്മുടെ ഓവറോൾ കുട്ടികളുടെ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. എന്തൊക്കെയാണെന്ന് NP പ്രപ്പോസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കറിയാം, ഇപ്പോൾ 2020 പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്നിട്ടുണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് അസസ്മെൻറ്റ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അസസ്മെൻറ്റ് ഷുഡ് ബി റെഗുലർ, ഫോർമാറ്റീവ് ആൻഡ് കോമ്പറ്റൻസി ബേസ്ഡ് ആയിരിക്കണം. പ്രൊമോട്ടിംഗ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ്. ഫോക്കസസ് ഓൺ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, ടെസ്റ്റ് ഹയർ ഓർഡർ സ്കിൽസ്. ഹയർ ഓർഡർ സ്കിൽസിൽ ഏതൊക്കെയാണ് വരുന്നത്? അനാലിസിസ്, ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് കോൺസെപ്ച്വൽ ക്ലാരിറ്റി. ഇതെല്ലാം അടങ്ങിയ ഒരു ടെസ്റ്റ് ആയിരിക്കണം. ഹയർ ഓർഡർ സ്കിൽസ് ടെസ്റ്റ് ചെയ്യുന്ന തരത്തിലെ എക്സാമിനേഷൻസോ ടെസ്റ്റ്സ് കണ്ടക്ട് ചെയ്യണം. ഹെൽപ്സ് എൻറ്റയർ സ്കൂളിംഗ് സിസ്റ്റം ഇൻ റിവൈസിങ് കണ്ടിന്യൂസ്ലി ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ടു ഒപ്റ്റിമൈസ് ലേണിംഗ്. അപ്പോൾ എൻ്റെ സ്കൂളിംഗ് സിസ്റ്റം എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ട് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ റിവൈസ് ചെയ്യണമെന്നും കൂടി പുതിയ എഡ്യൂക്കേഷൻ, അതായത് നമ്മളിപ്പോൾ റീസെൻ്റായി നടന്ന 2020 എഡ്യൂക്കേഷൻ പോളിസിയിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോഗ്രാം ഓഫ് ആക്ഷൻ ആണ്. ദി പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1986 1992 അത് വീണ്ടും റിവൈസ് ചെയ്യുന്നുണ്ട്. രണ്ടിലും എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. സജസ്റ്റഡ് സെവറൽ ഷോർട്ട് ആൻഡ് ലോങ് ടേം മെഷേഴ്സ് ഫോർ ക്യാരിയിങ് ഔട്ട് എക്സാമിനേഷൻ റിഫോംസ് ഫ്രം സ്കൂൾ ലെവൽ ടു യൂണിവേഴ്സിറ്റി ലെവൽ വരെ കാര്യങ്ങൾ ഈ പ്രോഗ്രാം ഓഫ് ആക്ഷൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. പ്രപ്പോസ് ടു ഫോർമുലേറ്റ് എ നാഷണൽ എക്സാമിനേഷൻ റിഫോം വർക്ക്. The Department of Education would constitute a committee including UGC, NCERT, AICTE and Board of Secondary Education. മെയിനായിട്ടുള്ള റെക്കമെൻഡേഷൻസ് നോക്കാം. എലിമെൻ്ററി സ്റ്റേജിൽ ദ മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ് ലാംഗ്വേജ്, മാത്സ് ആൻഡ് എൻവയോൺമെൻറ്റ് സ്റ്റഡീസ് ഫ്രം ക്ലാസ് 1 to 5. 1 to 5 വരെ ലാംഗ്വേജിലും മാത്സിലും എൻവയോൺമെൻറ്റൽ സയൻസിലൊക്കെ ഒരു മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ് വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ എലിമെൻ്ററി സ്റ്റേജിൽ പറയുന്നത് എന്താ വെച്ചാൽ ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് എവല്യൂഷൻ വിൽ ബി ഡയഗ്നോസ്റ്റിക് ഇൻ നാച്ചർ സോ ആസ് ടു പ്രൊവൈഡ് റെമഡിയൽ ഹെൽപ്പ് ടു ദ പീപ്പിൾസ്. Concerned agency in each state will prepare a flexible scheme of continuous and comprehensive evaluation at elemental stage. അപ്പോൾ continuous and comprehensive evaluation അതായത് CCE ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലെക്സിബിൾ സ്കീം സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യണം എന്നുകൂടി പറയുന്നുണ്ട്. സെക്കൻഡറി സ്റ്റേജിൽ എന്തൊക്കെ റെക്കമെൻഡേഷൻസ് ആണ് വന്നിട്ടുള്ളത് നോക്കാം. സ്റ്റേറ്റ് ബോർഡ്സ് വിൽ പ്രിസ്ക്രൈബ് കോഴ്സസ് അറ്റ് ക്ലാസ്സസ് 9 to 12 for attaining levels of analysis, synthesis, knowledge, comprehension, communication skills, understanding, application, judgments, etc. അപ്പോൾ കുട്ടികൾക്ക് എന്തെല്ലാം ലഭിക്കണം? അവരുടെ അനാലിസിസ് സ്കില്ലും, സിന്തസിസ്, നോളജ്, കോംപ്രിഹെൻഷൻ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അണ്ടർസ്റ്റാൻഡിങ് സ്കിൽസ്, ആപ്ലിക്കേഷൻ, ജഡ്ജ്മെൻറ്റ്സ്, ഇതെല്ലാം അടങ്ങിയതായിരിക്കണം അവരുടെ ഒരു കോഴ്സ് എന്ന് പറയുന്നുണ്ട്. Preparing a flexible scheme of continuous and comprehensive examination for the secondary or senior secondary stage by the state-wise concerned agencies.
നമ്മൾ നേരത്തെ എലിമെൻ്ററി സ്റ്റേജിലും പറഞ്ഞ പോലെ ഒരു ഫ്ലെക്സിബിൾ സ്കീം കൊണ്ടുവരണം. CCEക്ക് വേണ്ടി ഒരു ഫ്ലെക്സിബിൾ സ്കീം കൊണ്ടുവരാനുള്ള ഡ്യൂട്ടി ആയിരിക്കാണ് സ്റ്റേറ്റിനാണ്. ഹയർ എഡ്യൂക്കേഷൻ സ്റ്റേജിൽ സെലക്ഷൻ ടെസ്റ്റ് ഫോർ അഡ്മിഷൻസ് ടു ഓൾ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ കോഴ്സസ് വിൽ ബി കണ്ടക്റ്റഡ് ഓൺ ആൻഡ് ഓൾ ഇന്ത്യ ബേസിസിൽ അഡ്മിഷൻ ടെസ്റ്റ്, ഇപ്പോൾ നമുക്കറിയാം വിവിധ എൻട്രൻസ് ടെസ്റ്റുകളുണ്ടല്ലേ, മെഡിക്കൽ എൻട്രൻസും അതുപോലെയുള്ള എൻട്രൻസ് ടെസ്റ്റുകൾ നടത്തണം, അല്ലെങ്കിൽ സെലക്ഷൻ ടെസ്റ്റുകൾ നടത്തണം പ്രൊഫഷണലിലും ടെക്നിക്കൽ കോഴ്സസിനും എന്നാണ് പറയുന്നത്. Each university will prepare board guidelines for grading to be followed by individual colleges, institutions and departments under its jurisdiction. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിക്കും അവരുടേതായ ഗൈഡ് ലൈൻസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ടല്ലേ. ഇപ്പോൾ നമുക്കറിയാം നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അവരുടേതായ ഗൈഡ് ലൈൻസും കാര്യങ്ങളും പ്രിൻസിപ്പിൾസും ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ അവരുടെ അണ്ടറിലുള്ള കോളേജസ്, ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അണ്ടറിലുള്ള കോളേജസ് എന്ത് ചെയ്യണം, ആ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യണം, ആ സിലബസ് ഫോളോ ചെയ്യണം, നമുക്കറിയാമല്ലേ. അപ്പോൾ അതുപോലെ ഓരോ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവരുടെ ഗൈഡ് ലൈൻസൊക്കെ ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. Entrance tests for admission to institutions of higher education will be encouraged and promoted by UGC and state government. നമ്മൾ നേരത്തെ പറഞ്ഞ സെലക്ഷൻ ടെസ്റ്റ് പോലെ തന്നെ എൻട്രൻസ് ടെസ്റ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. അത് UGCയും സ്റ്റേറ്റ് ഗവൺമെൻറ്റും പ്രൊമോട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ആചാര്യ രാമമൂർത്തി കമ്മിറ്റി 1990 എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. NPERC രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി. NPERC എന്ന് പറഞ്ഞാൽ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ റിവ്യൂ കമ്മിറ്റി അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ആചാര്യ രാമമൂർത്തി 1990. എന്തൊക്കെയാണ് പറയുന്നത്? റിവ്യൂ ദ ഒബ്സർവേഷൻസ് ആൻഡ് റെക്കമെൻഡേഷൻസ് മെയ്ഡ് ബൈ ഡിഫറെൻറ്റ് കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ്. അപ്പോൾ ഈ 1990 മുന്നേ നടന്ന എല്ലാ കമ്മീഷൻസും റിവ്യൂ ചെയ്തിട്ട് ആണ് റെക്കമെൻഡേഷൻസ് ഈ കമ്മീഷൻ മുന്നോട്ട് വെച്ചത്. എന്തൊക്കെയായിരുന്നു റെക്കമെൻഡേഷൻ? എക്സാമിനേഷൻ റിഫോം ഷുഡ് ബി കൺസ്ട്രക്റ്റഡ് ആസ് എ പാക്കേജ്. എക്സാമിനേഷൻ റിഫോം ഒരു പാക്കേജ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യണം. ഷുഡ് ബി ഇംപ്ലിമെൻറ്റഡ് ഇൻ പീസ്മീൽ ഇൻസ്റ്റെഡ് ഓഫ് ഹാഡ് ഹോക്ക് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ്. അതായത് പീസ്മീലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന് പറയുന്ന എക്സാമിനേഷൻ. പീസ്മീൽ ഉദ്ദേശിക്കുന്നത് ബിറ്റ് ബൈ ബിറ്റ്, ഓരോ ഘട്ടങ്ങളായിട്ട് എക്സാമിനേഷൻ നടത്തണം എന്നാണ് ഇതിൽ പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് അഡ്ഹോക്ക് ഇംപ്ലിമെൻറ്റേഷൻ. അഡ്ഹോക്ക് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഓളായിട്ട് നടത്താതെ അങ്ങനെ ഘട്ടങ്ങളായിട്ട് പീസസ് ആയിട്ട് നടത്തണം എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി 1992 എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ദ സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ക്യാബ് എന്നാണ് ഈ ഒരു കമ്മിറ്റിയുടെ മറ്റൊരു പേര് പറയുന്നത്. ഹെഡഡ് ബൈ ശ്രീ എൻ ജനാർദ്ദന റെഡ്ഡി. സജസ്റ്റഡ് റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രിപ്പറേഷൻ ഓഫ് സ്റ്റാറ്റസ് ഓഫ് റിപ്പോർട്ട് ഓഫ് എക്സാമിനേഷൻ റിഫോം മെഷേഴ്സ് അണ്ടർടേക്കൺ ബൈ ദ എക്സാമിനിങ് ബോഡീസ്. Preparation of a national examination reform framework to serve as a set of guidelines to the examination bodies. ഇപ്പോൾ എക്സാമിനേഷൻ ബോഡീസ് ഉണ്ടാവുന്ന നേരത്തെ പോയിന്റിൽ പറഞ്ഞു. സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് വെച്ചാൽ ഒരു നാഷണൽ എക്സാമിനേഷൻ റിഫോം പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ ഈ എക്സാമിനേഷൻ ബോഡീസിനുള്ള ഗൈഡ് ലൈൻസും അവർ പ്രിപ്പയർ ചെയ്യുന്നതാണ് പറയുന്നത്. Developing an effective mechanism for coordination, monitoring and evaluation of implementation of the examination reforms. അപ്പോൾ ഈ എക്സാമിനേഷൻ റിഫോംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എഫക്റ്റീവ് മെക്കാനിസം വേണം അല്ലേ. അതിന് കോർഡിനേറ്റ് ചെയ്യണം, മോണിറ്റർ ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു എഫക്റ്റീവ് മെക്കാനിസം കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഒരു ഹയർ എഡ്യൂക്കേഷൻ ആണ്. All-India Council for Secondary Education in 1995. It is put forward by set up by the Central Ministry of Education. Prioritized consideration to resolve the problem of examination system. അപ്പോൾ ഇതുവരെയുള്ള എക്സാമിനേഷൻ കുറേ കമ്മീഷൻസ് കുറേ റെക്കമെൻഡേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന അല്ലെങ്കിൽ ആ സമയത്ത് 1995 ഉണ്ടായിരുന്ന എക്സാമിനേഷൻ സിസ്റ്റത്തിൻ്റെ ഫുൾ പ്രോബ്ലംസും സോൾവ് ചെയ്യുന്ന രീതിയിലുള്ള കൺസിഡറേഷൻ ആയിരുന്നു ഈ സെക്കൻഡറി എഡ്യൂക്കേഷൻ പുട്ട് ഫോർവേഡ് ചെയ്തത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് യുനെസ്കോ പുട്ട് ഫോർവേഡ് ചെയ്ത എക്സാമിനേഷൻ റിഫോംസ് ആണ്. International Commission on Education by UNESCO, sponsored by UNESCO in 1992, gave their comments and suggestions for reforming the system of examination. അപ്പോൾ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എലിമിനേഷൻ ഓഫ് സ്കോപ്പ് ഓഫ് എക്സാമിനേഴ്സ് ആൻഡ് വർക്കേഴ്സ് സബ്ജക്റ്റിവിറ്റി. അപ്പോൾ സബ്ജക്റ്റിവിറ്റി ഉണ്ടായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ബയാസ്.
ലെസ് എംഫസൈസ് ഓൺ മെമ്മറൈസേഷൻ. ഇത് പോയിന്റ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഡിസ്കറേജിങ് സെലക്റ്റീവ് സ്റ്റഡി ആൻഡ് ടീച്ചിങ്. സെലക്റ്റീവ് സ്റ്റഡി ആൻഡ് ടീച്ചിങ് ഡിസ്കറേജ് ചെയ്യണം. ബ്രോഡർ കവറേജ് ഓഫ് പീപ്പിൾ ഗ്രോത്ത് ഇൻ ബോത്ത് അക്കാദമിക് ആൻഡ് നോൺ അക്കാദമിക് ഏരിയാസ്. അപ്പോൾ ഇവിടെ അക്കാദമിക് ഏരിയാസ് മാത്രമല്ല നോൺ അക്കാദമിക് ഏരിയ കൂടി കൺസിഡർ ചെയ്യണം എന്നുകൂടി പറയുന്നുണ്ട്. സയൻറ്റിഫിക്കലി സൗണ്ട് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് മാർക്സ്. സയൻറ്റിഫിക്കലി ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന തരത്തിലുള്ള മാർക്സ് ആയിരിക്കണം. ഫങ്ഷണൽ ആൻഡ് മീനിങ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്സ് ഫോർ എഫക്റ്റീവ് യൂസ് ബൈ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് ആൻഡ് പാരൻസ്. Uses of test results for purpose of guidance, academic prediction and curriculum evaluations. ഇപ്പോൾ ഈ ടെസ്റ്റ് റിസൾട്ട്സ് എന്തിനൊക്കെ വേണ്ടി നമുക്ക് യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്? ഗൈഡൻസിനും അവരുടെ അക്കാദമിക് പ്രഡിക്റ്റ് ചെയ്യാനും അതുപോലെ കരിക്കുലം ഇവാലുവേഷനൊക്കെ വേണ്ടിയിട്ട് ഈ ടെസ്റ്റ് റിസൾട്ട്സ് യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദ മെക്കാനിക്സ് ഓഫ് കണ്ടക്ടിങ് എക്സാമിനേഷൻ്റെ കണ്ടക്ട് ചെയ്യുന്ന മെത്തേഡ്സ് അല്ലെങ്കിൽ മെക്കാനിക്സിൽ ഇംപ്രൂവ്മെൻറ്റ് വരുത്തണമെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ധരംപാൽ കമ്മിറ്റി ഇൻ 1973 ധരംപാൽ കമ്മിറ്റി എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ഫോക്കസ്ഡ് ഓൺ എക്സാമിനേഷൻ റിഫോംസ്, എംഫസൈസിങ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആൻഡ് ഇൻറ്റേർണൽ അസസ്മെൻറ്റ്. അപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? കണ്ടിന്യൂസ് ഇവാലുവേഷൻ ചെയ്യാണ്, ഇൻറ്റേർണൽ അസസ്മെൻറ്റ് ചെയ്യാണ്, റദർ ദാൻ എക്സ്റ്റേണൽ എക്സാമിനേഷൻ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ ആരംസെ പുട്ട് ഫോർവേഡ് ചെയ്ത പോളിസീസ് ഓർ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്നാണ്. എയിംഡ് അറ്റ് ഇംപ്രൂവിങ് സെക്കൻഡറി എഡ്യൂക്കേഷൻ വിത്ത് എ ഫോക്കസ് ഓൺ എക്സാമിനേഷൻ റിഫോംസ്. മെയിനായിട്ടും ആരംസെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെക്കൻഡറി എഡ്യൂക്കേഷനാണ്. നെക്സ്റ്റ് ഫിൻലാൻഡ് എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓർ ഫിൻലാൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം. ഫിൻലാൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് സൈറ്റഡ് ഫോർ ഇറ്റ്സ് ഹോളിസ്റ്റിക് അപ്രോച്ച്. ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. മിനിമൽ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിംഗ് ആണ്. മിനിമലായിട്ടുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിന് ഇമ്പോർട്ടൻസ് നൽകുന്നു. ആൻഡ് ഫോക്കസ് ഓൺ ടീച്ചർ അസസ്മെൻറ്റ്സ്. പിസ അസസ്മെൻറ്റ് നോക്കാം. പിസ മീൻസ് പ്രോഗ്രാം ഫോർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് അസസ്മെൻറ്റ് ഇൻ 2000. The national assessment provides insight into the performance of education systems worldwide, influencing discussions on examination methods. Since 2000, over 70 countries and economies have participated in PISA. PISA-യിൽ 70ഓളം കൺട്രീസും എക്കണോമിക്സും പാർട്ടിസിപ്പേറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. Every 3 years, a randomly selected group takes tests in reading, maths and science. ഒരു റാൻഡംലി സെലക്ട് ചെയ്ത ഗ്രൂപ്പ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. എന്തിനൊക്കെയാണ്? റീഡിങ്ങിലും മാത്സിലും സയൻസിലൊക്കെ നമുക്ക് ടെസ്റ്റ് നടത്തണം എന്നാണ് പറയുന്നത്. ഇൻ എവരി 3 years. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ജനറൽ സർട്ടിഫിക്കറ്റ് ഓഫ് എഡ്യൂക്കേഷൻ, GCE or General Certificate of Education reforms, United Kingdom. Various reforms have aimed at making examination more relevant and adaptable to changing educational needs. Both O-level and CSC examination were replaced in 1988 with the General Certificate of Secondary Education, set out to provide a multi-level examination. ഒരു multi-level examinationൽ emphasize നൽകുന്നതാണ് GCE പറയുന്നത്. നമ്മൾ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് NCF 2005 എന്തൊക്കെയാണ് പുട്ട് ഫോർവേഡ് ചെയ്ത പോളിസീസ് റെക്കമെൻഡേഷൻസ് നോക്കാം. Reducing stress and enhancing success in examination necessitates shift from content-based testing to problem-solving and understanding. Content-based examinations or testing നിന്നും നമുക്കൊരു ഷിഫ്റ്റ് ആവശ്യമാണെന്നാണ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് പറയുന്നത്. എന്തിനൊക്കെ ആയിരിക്കണം? നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനും അണ്ടർസ്റ്റാൻഡിങ്ങിനൊക്കെ ആയിരിക്കണം ഇമ്പോർട്ടൻസ് നൽകുന്നതെന്ന് പറയുന്നുണ്ട്. Proposed question paper must change shift to shorter examination. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കണം? ഷോർട്ടർ എക്സാമിനേഷൻസ് ആയിരിക്കണം. സെറ്റിംഗ് അപ്പ് ഓഫ് എ സിംഗിൾ നോഡൽ ഏജൻസി ഫോർ കോർഡിനേറ്റിംഗ് ദ ഡിസൈൻ ആൻഡ് കണ്ടക്ട് ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ. എൻട്രൻസ് എക്സാമിനേഷന് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ നോഡൽ ഏജൻസി മതി എന്നുകൂടി ഈ NCF പറയുന്നുണ്ട്. Availability of multiple textbooks to widen teachers' choices and provided for the diversity in children's needs and interest. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള കുട്ടികൾക്കും ടീച്ചേഴ്സിനും അവർക്ക് ചോയ്സ് ചെയ്യാം. അത്തരത്തിൽ ഒരുപാട് ടെക്സ്റ്റ് ബുക്സ് പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. Sharing of teaching experiences and diverse classroom practices to generate new ideas and facilitate innovation and experimentation.
അപ്പോൾ കോളേജ് അല്ലെങ്കിൽ സ്കൂൾ എന്ന് പറയുന്നത് കൂടുതൽ ഇൻട്രാക്റ്റീവ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇൻട്രാക്റ്റീവ് ഇൻ ദ സെൻസ് എന്താണ്, ടീച്ചർ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം, കുട്ടികൾക്കൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടീച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, നമുക്ക് ഫ്രീ ആയിട്ട് എന്തും തുറന്നു പറയാനും സംസാരിക്കാനും അവരുടെ ആശയങ്ങൾ എത്തിക്കാനൊക്കെ പറയുന്ന അത്തരത്തിലുള്ള ഒരു ക്ലാസ് റൂം ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് ന്യൂ ഐഡിയാസ് ജനറേറ്റ് ചെയ്യാനും അവർ ഇന്നോവേറ്റീവ് ആവാനൊക്കെ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. Development of syllabi, textbook and teaching learning resources should be carried out involving teachers, experts from universities, NGOs and teachers organizations. അപ്പോൾ സിലബസും ടെക്സ്റ്റ് ബുക്സും ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസും ഒക്കെ ആരൊക്കെ കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്? ടീച്ചേഴ്സും എക്സ്പേർട്സും NGOസും ടീച്ചർ ഓർഗനൈസേഷൻസും എല്ലാം കൂടെ ചേർന്നിട്ടാണ് നിർമ്മിക്കുന്നതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് KCF ആണ്. KCFൽ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. Teacher has the right to evaluate the academic achievement of the child. Evaluation has to be continuous, comprehensive and be carried out along with the learning activities. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് വാല്യുവേഷൻ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ലേണിംഗ് ആക്ടിവിറ്റീസിൻ്റെ ഒപ്പം അവരെ കണ്ടിന്യൂസ്ലി നിരീക്ഷിച്ച് ആണ് കുട്ടികളെ അസസ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ടീച്ചർക്കാണ് അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള റൈറ്റ് എന്നും പറയുന്നുണ്ട്. At the upper primary level, written examination could be held in the middle of the academic year. At the high school level, periodical feedback, a half-yearly examination and terminal examination could be held. അപ്പോൾ KCFലാണ് നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ക്വാർട്ടർലി എക്സാമിനേഷൻസ് ഉണ്ട്, ഹാഫ് ഇയർലി എക്സാമിനേഷൻസ് ഉണ്ട്, ലാസ്റ്റ് ഒരു ഇയർലി എക്സാമിനേഷൻ ഉണ്ടല്ലേ, അതൊക്കെ പുട്ട് ഫോർവേഡ് ചെയ്തത് KCF ആണ്. Different technique could be used for continuous evaluation. കണ്ടിന്യൂസ് എവല്യൂഷനിൽ ഒരു സെയിം മെത്തേഡ് മാത്രം ഫോളോ ചെയ്യാതെ ഡിഫറെൻറ്റ് ടെക്നിക്സ് ഫോളോ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ടീച്ചേഴ്സ് ഷുഡ് ബി എൻകറേജ് ടു ഡെവലപ്പ് ന്യൂ മോഡ്സ് ഓഫ് ഇവാലുവേഷൻ. ഡിഫറെൻറ്റ് ടെക്നിക്സ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ പോലെ തന്നെ ടീച്ചേഴ്സിനെ നമ്മൾ എൻകറേജ് ചെയ്യണം. ഡെവലപ്പ് ന്യൂ മോഡ്സ് ഓഫ് എവല്യൂഷൻ, പുതിയ മോഡ്സ് ഓഫ് എവല്യൂഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ടീച്ചേഴ്സിനെ എൻകറേജ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. Open book examination which publicize the questions earlier and online examination could be introduced. Open book examination introduce ചെയ്യുന്നതിനെക്കുറിച്ചും ഓൺലൈൻ എക്സാമിനേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെക്കുറിച്ചും KCF പറയുന്നുണ്ട്. പാരൻസ് ക്യാൻ ബി മെയ്ഡ് അൺഒഫീഷ്യൽ മോണിറ്റേഴ്സ്. പാരൻസിന് നമുക്കറിയാം ക്രൂഷ്യൽ റോൾ ഉണ്ടല്ലേ നമ്മുടെ കുട്ടികളെ ഡിറ്റർമൈൻ ചെയ്യാൻ, അവരുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ പാരൻസിന് ഒരു ക്രൂഷ്യൽ റോൾ ഉണ്ട്. അപ്പോൾ അവർ നന്നായിട്ട് സ്കൂളിൽ ടീച്ചേഴ്സിന് പറ്റുമെങ്കിലും വീട്ടിൽ പാരൻസ് നന്നായിട്ട് മോണിറ്റർ ചെയ്താൽ മാത്രമേ അവരൊരു ഗ്രേറ്റ് സക്സസ്സിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെ അൺഒഫീഷ്യൽ മോണിറ്റേഴ്സായിട്ട് KCFൽ പറയുന്നുണ്ട്. ഷെഡ്യൂൾ ഓഫ് എക്സാമിനേഷൻ ഷുഡ് ബി അറേഞ്ച്ഡ് ടു എൻഷുവർ 200 അക്കാദമിക് ഡേയ്സ്. അക്കാദമിക് ഡേയ്സ് എന്ന് പറയുന്നത് 200 ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ഷുഡ് ബി സ്ട്രെസ് ഓൺ ദ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഓഫ് നോളജ്. നോളജ് തിയററ്റിക്കലി മാത്രമല്ല അതിൻ്റെ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് കൂടി കണക്കിലാക്കിയിട്ടായിരിക്കണം ക്വസ്റ്റ്യൻ പേപ്പർ എന്നും പറയുന്നുണ്ട്. നെക്സ്റ്റ് കോമൺ അപ്രോച്ചാണ്. കേരള സ്കൂൾ കരിക്കുലം 2013 കോമൺ അപ്രോച്ചിൽ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ഔട്ട്കം ഫോക്കസ്ഡ് അസസ്മെൻറ്റ് അപ്രോച്ച് ഷുഡ് ബി അഡോപ്റ്റഡ്. ഔട്ട്കമ്മിനായിരിക്കണം നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നാണ് ഈ ഒരു അപ്രോച്ചിൽ പറയുന്നത്. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ സിസ്റ്റം ഷുഡ് ബി അഡോപ്റ്റഡ്. ഇവിടെയും CCA തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നെക്സ്റ്റ് CC ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ 2 areas. 2 areasൽ CC ക്യാരി ഔട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. കോഗ്നിറ്റീവ് ഏരിയ ആൻഡ് സോഷ്യോ ഇമോഷണൽ ഏരിയ. ഓപ്പൺ ബുക്ക് അസസ്മെൻറ്റ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ്. 3 types of continuous evaluation are suggested. ഏതൊക്കെയാണ്? ലേണിംഗ് പ്രോസസ് അസസ്മെൻറ്റ്, പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ്, യൂണിറ്റ് ബേസ്ഡ് അസസ്മെൻറ്റ്. ഇതെല്ലാം ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്നും പറയുന്നുണ്ട്. ഇനിയിപ്പോൾ CCക്ക് വന്ന മാറ്റങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ടൈം ലൈനാണ്. 2004 CBSE ഹാഡ് ഇൻട്രൊഡ്യൂസ് ഇംപ്ലിമെൻറ്റഡ് CCE ഇൻ പ്രൈമറി ക്ലാസ്സസ്. 2004 ആദ്യമായിട്ട് CBSE ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. 2006 ദി ബോർഡ് ഡിസൈഡഡ് ടു എക്സ്റ്റെൻഡ് CCE ടു 6 to 8. അപ്പോൾ 2004 5ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ, പ്രൈമറി ക്ലാസ്സിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് 8ാം ക്ലാസ് വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തു. 2008 ഇന്ത്യാസ് HRD മിനിസ്റ്റർ
Mr. Kapil Sibal introduced CCE methodology for CBSE schools while marking ക്ലാസ് 10 ബോർഡ് എക്സാമിനേഷൻസ് ഓപ്ഷൻ. അപ്പോൾ 8 വരെ ഉണ്ടായിരുന്നത് 10ാം ക്ലാസ് വരേക്കും എക്സ്റ്റെൻഡ് ചെയ്തു 2008. 2009 ദ CCE പാറ്റേൺ ടുക്ക് ആൾമോസ്റ്റ് എ ഇയർ ടു ഗെറ്റ് റോൾഡ് ഔട്ട് ആൻഡ് വാസ് ആക്ച്വലി ഇംപ്ലിമെൻറ്റഡ് ഫ്രം സെപ്റ്റംബർ 2009 ഫോർ സ്റ്റുഡൻസ് ഇൻ ക്ലാസ് 9 സ്റ്റാൻഡേർഡ്. അപ്പോൾ 8ാം ക്ലാസ് വരെയുള്ളത് 2006 പറഞ്ഞു, 2008 10ാം ക്ലാസ്സിലും കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞു, 2009 9ാം ക്ലാസ്സിലൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. 2010 എന്താ പറഞ്ഞു വെച്ചാൽ CCE ടു എക്സ്റ്റെൻഡ് ടു ക്ലാസ് 10 വൈൽ മേക്കിംഗ് ബോർഡ് എക്സാംസ് ഓപ്ഷൻ. അപ്പോൾ CCE 10ാം ക്ലാസ് വരെ എന്തായാലും നടത്തണം എന്നുള്ളൊരു കമ്പൽസറി ആയിട്ട് വന്നത് 2010 ആൻഡ് വൈൽ മേക്കിംഗ് ബോർഡ് എക്സാംസ് ഓപ്ഷൻ. ബോർഡ് എക്സാംസ് ഓപ്ഷനിലാക്കിയിട്ട് CCEയുടെ കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അസസ്മെൻറ്റിൽ വന്ന ഒരു മാറ്റത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഈ പറയുന്നത്, ഈ ഒരു ഫ്ലോ ചാർട്ടിൽ പറയുന്നത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് പിക്ചറൈസ് ചെയ്തു എന്നേ ഉള്ളൂ, ഓരോ കമ്മീഷനിലും പറഞ്ഞ കാര്യങ്ങൾ. ലാസ്റ്റ് നമ്മളൊരു കാർട്ടൂൺ കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടി ചോദിക്കുകയാണ്, സാർ ഹൗ ദിസ് ക്യാൻ ബി പോസിബിൾ ഈവൻ ദോ ഐ ഹാഡ് ബാഡ് ഗ്രേഡ്സ് ഇൻ പ്രീവിയസ് എക്സാം ഐ ഗോട്ട് ഫുൾ ഇൻറ്റേർണൽ മാർക്സ്. കുട്ടി ആശ്ചര്യത്തോടെ പറയുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു എക്സാമിൽ കുട്ടിക്ക് ഇൻറ്റേർണൽ എക്സാമിന് മാർക്ക് കുറവായിരുന്നു, പക്ഷേ ഇൻറ്റേർണൽ മാർക്ക് വന്നപ്പോൾ കുട്ടിക്ക് ഫുൾ മാർക്ക് ഉണ്ട്. അപ്പോൾ സാറ് പറയുകയാണ്, ഐ നോ യു ഹാഡ് ബാഡ് ഗ്രേഡ്സ് ഇൻ ദ പ്രീവിയസ് എക്സാം ബട്ട് അക്കോർഡിംഗ് ടു CCE ഐ കാൻ ജഡ്ജ് യു ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് ലാസ്റ്റ് എക്സാം. ഒരു എക്സാമിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് എനിക്ക് നിന്നെ ജഡ്ജ് ചെയ്യാൻ കഴിയില്ല എന്നാണ് സാറ് പറയുന്നത്. ഇൻ മൈ വ്യൂ യു ക്യാൻ ഹാവ് ദ പൊട്ടൻഷ്യൽ and it was the only one exam you got bad grades, in all others you had good marks. അപ്പോൾ കുട്ടിക്ക് മുന്നേ നടന്ന എക്സാംസിലൊക്കെ നല്ല മാർക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ ആ കുട്ടീനെ കഴിഞ്ഞ ഒരു എക്സാംസിൽ ബാഡ് മാർക്ക് ആയതുകൊണ്ട് അവളുടെ ഇൻറ്റേർണൽ എക്സാംസ് കുറയ്ക്കേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ CCE പ്രകാരം കുട്ടികളെ കണ്ടിന്യൂസ്ലിയും കോംപ്രിഹെൻസീവായി ഇവാലുവേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ പൊട്ടൻഷ്യൽ എന്തായാലും കൂടുതൽ ഉണ്ടായിരിക്കാം, അതുകൊണ്ടാവും സാറ് നല്ല ഗ്രേഡ്സ് അല്ലെങ്കിൽ നല്ല മാർക്സ് ഇൻറ്റേർണൽ എക്സാമിനേഷന് കൊടുത്തത്. താങ്ക് യു. ഇപ്പോൾ ഇത്രയാണ് നമ്മുടെ എക്സാമിനേഷൻ റിഫോം റിപ്പോർട്ട്സിൽ പറയുന്നത്. നമ്മൾ ഒരുപാട് പോളിസീസ് പഠിച്ചു, ഒരുപാട് പോളിസീസിലെ റെക്കമെൻഡേഷൻസ് പഠിച്ചു, എക്സാമിനേഷൻ സിസ്റ്റത്തിന് വന്ന മാറ്റങ്ങൾ പഠിച്ചു, CCEക്ക് വന്ന മാറ്റങ്ങൾ പഠിച്ചു. ഇത്രയൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. താങ്ക് യു ഓൾ.